ഇറാൻ പ്രസിഡന്റിന്റെ അപ്രതീക്ഷിതമായ വിയോഗത്തിൽ അതിന്റെ ഞെട്ടലിൽ നിന്നും ലോകരാഷ്ട്രങ്ങൾ ഇതുവരെ മാറിയിട്ടില്ല. ഇബ്രാഹിം റൈസിയുടെ മരണം ഒരു അപകട മരണമാണോ അല്ലയോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രയേലോ ആണോ ഇതിന്റെ പിന്നിലുള്ള കൈകൾ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും കഴിയുന്നില്ലെങ്കിലും സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല, വളരെ കൂടുതൽ തന്നെയാണ്. ഇവിടെ ഇബ്രാഹിം റൈസിയുടെ മരണം ഒരിക്കലും പൂർണ്ണമായിട്ടും ഇറാന്റെ ശത്രു രാജ്യത്തിന്റെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം എന്തെന്നാൽ അരനൂറ്റാണ്ടോളം US ഉപരോധത്തിന് ശേഷം ഇസ്ലാമിക റിപ്പബ്ലിക് ഉപയോഗിച്ചിരുന്നത് ഏറ്റവും മോശമായിട്ടുള്ള വിമാനങ്ങളായിരുന്നു. അതായത് 79-ലെ ഇറാൻ റവല്യൂഷന് ശേഷം US നിന്നോ അല്ലെങ്കിൽ യൂറോപ്യൻ വിതരണക്കാരിൽ നിന്നോ പുതിയ വിമാനങ്ങളോ അല്ലെങ്കിൽ വിമാന ഘടകങ്ങളോ വാങ്ങുന്നതിൽ നിന്ന് ഇറാനെ ഏറെക്കുറെ വിലക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇറാന്റെ ഈ സൈനിക സിവിലിയൻ ഓപ്പറേറ്റർമാരെ ഹെവി വെയിറ്റ് കമ്പനികളായിട്ടുള്ള ബോയിങ് കോ അതുപോലെ എയർബസ് SE എന്നിവയിൽ നിന്നും ഒഴിവാക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഈ മുൻകാലങ്ങളിൽ ഇവര് ഈ പാച്ചപ്പ് വാഹനങ്ങളെയൊക്കെ ആശ്രയിച്ചിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ ഇറാനിയൻ എയർലൈനുകളിൽ നോക്കുകയാണെങ്കിൽ ഇതിലാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വിമാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ശരാശരി ഒരു ഫ്ലൈറ്റിന്റെ പ്രായം എന്ന് പറയുന്നത് 25 വർഷമാണ്. പക്ഷേ ഈ ഇറാന്റെ മക്ഡൊണൈൽ ഡോൺഗ്ലാസ് AD83 അതുപോലെ തന്നെ എയർബസ് A300 A310 എന്നിവ ഉൾപ്പെടെ ഉള്ളവ എല്ലാം ഒരുപാട് പഴക്കം ചെന്നവയാണ്. അതായത് പണ്ടേ തുരുമ്പായിട്ട് മാറേണ്ടിയിരുന്നു. അത്രയും പഴക്കം ചെന്ന മോഡലുകളാണ് ഇന്നും ചില ആഭ്യന്തര സർവീസുകളൊക്കെ നടത്തുന്നതെന്നാണ് പറയുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ എത്ര മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇറാന്റെ മക്ഡൊണാൾഡ്സ് ഡെക്ലെക്സിന് ഏകദേശം 27 വർഷം മുൻപ് ബോയിങ് ഏറ്റെടുത്തിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ BBC-യുടെ ഒരു റിപ്പോർട്ട് പ്രകാരം ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ ബെൽ 212 68-ൽ ആദ്യമായിട്ട് സർവീസ് ആരംഭിച്ച അതുപോലെ തന്നെ 98-ൽ നിർമ്മാണം നിർത്തിയ ഒരു US മോഡലായ ഹെലികോപ്റ്റർ ആയിരുന്നു ഇത്. ഇതുപോലെ തന്നെ 2018-ൽ ഇറാനിൽ മറ്റൊരു ബെൽ 212 എമർജൻസി എയർലിഫ്റ്റിനിടെ തകർന്നു വീണിരുന്നു എന്നുള്ളൊരു സ്ഥിരീകരണം ഇറാനിയൻ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് തന്നെ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ US-ഉമായിട്ടുള്ള ആണവ കരാറിന് ശേഷം ഇറാന്റെ ഹെലികോപ്റ്റർ കപ്പൽ നവീകരിക്കാൻ വേണ്ടി സഹായിക്കാൻ ജർമ്മനി എന്ത് ചെയ്തു, അത് തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ ഭരണ സമയത്ത് ഈ ഒരു കരാർ തകർന്നതിനാൽ തന്നെ അത് നടപ്പാക്കാൻ ജർമ്മനിക്ക് സാധിക്കാതിരുന്നത്. ഇറാൻ ഇപ്പോഴും പഴക്കം ചെന്നതും അതല്ലെങ്കിൽ തകരാറിലായതുമായിട്ടുള്ള ഹെലികോപ്റ്ററുകളാണ് പുറത്ത് അല്ലെങ്കിൽ പറത്തുന്നത്. ഇറാൻ ചില സപ്ലൈ സോഴ്സ് റഷ്യയിൽ നിന്നും അതുപോലെ തന്നെ ചൈനയിൽ നിന്നുമാണ് എടുക്കുന്നത്. അതായത് പക്ഷേ ഈ US-ന്റെയും അതുപോലെ യൂറോപ്പിന്റെയും ഉൽപ്പാദിപ്പിക്കുന്ന ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യയിലേക്ക് ഇറാൻ ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അതുപോലെ 79-ൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയതിന് ശേഷം പുതിയ വിമാനങ്ങൾക്ക് ഇറക്കുമതി ചെയ്യാൻ ഇറാൻ സർക്കാരിന് കഴിയാതെ വന്നതിനെ തുടർന്ന് ഇറാന്റെ വ്യോമയാന മേഖലയെ ഇത് കാര്യമായിട്ട് ബാധിക്കുകയുണ്ടായി. അതായത് 80-കൾ മുതൽ 2000 കാലഘട്ട സമയത്തെ എല്ലാം ഇറാൻ എന്ന രാജ്യത്തിൽ നിന്നും മാരകമായിട്ടുള്ള വിമാന അപകടങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ US-ന്റെ സ്റ്റാൻഡ് സ്റ്റഡി ഓയിൽ US-ൽ കൂടുതൽ നിർമ്മിച്ച ഏതെങ്കിലും വിമാനങ്ങളോ അല്ലെങ്കിൽ വിമാന ഉപകരണങ്ങളോ രാജ്യത്തിന് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ഒരു ബാറാണ് അത് ഇറാൻ പുതിയ വിമാനങ്ങൾ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററുകളെ വാങ്ങുന്നതിനുള്ള സാധ്യതകളെ അവിടെ നിരാകരിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ടെഹ്റാൻ അതിന് പഴക്കം ചെന്ന കപ്പലുകളുടെ പരിപാലനത്തിനായി ആവശ്യമായ ഭാഗങ്ങളൊക്കെ ലഭ്യമാക്കുന്നത് വളരെ ബുദ്ധിമുട്ടായി. ഇപ്പൊ 2019 ഏപ്രിലെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ രാജ്യത്ത് ആകെയുള്ള 300 വിമാനങ്ങളിൽ 23 ഇറാനിയൻ എയർലൈനുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിൽ തകരാറുകളും അറ്റകുറ്റപ്പണികളും ഉള്ളതിനാൽ തന്നെ രാജ്യത്തെ പകുതിയോളം വിമാനങ്ങൾക്ക് ഇതുവരെ അവിടെ പറക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇറാന്റെ വിമാനങ്ങൾക്ക് സ്ഥിരം അറ്റകുറ്റപ്പണികൾ ഉള്ളതിനാൽ തന്നെ വിമാന ടിക്കറ്റ് നിരക്കുകളും വർദ്ധിപ്പിക്കുകയും ഇത് ഇറാന്റെ വിമാന കമ്പനികൾക്ക്